ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കഴിഞ്ഞ 19 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ന്യൂസ് എഡിഷൻ ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലണ്ടൻ സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. ചിത്രം അങ്ങനെ തിയേറ്റർ റിലീസിൽ വന്നിരിക്കുകയാണ്. മെയ് മാസം 21 നമ്മുടെ ലാലിന്റെ പിറന്നാൾ ദിനമായിട്ട്. പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായം പടത്തിന്റെ കഴിഞ്ഞ 19 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം. സിനിമയ്ക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും നല്ലൊരു കളക്ഷൻ ആണ് കാണാൻ സാധിച്ചത്. കേരള ബോക്സ് ഓഫീസ് 2 കോടിയുടെ മുകളിലെ ഗ്രോസ് മാത്രമാണ് സിനിമയ്ക്ക് ശനി ഞായറിൽ മാത്രം ലഭിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്ന്. സിനിമ അങ്ങനെ 4ാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം വന്നിരിക്കുകയാണ് 4ാമത്തെ വർക്കിംഗ് ഡേ. സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് കാണാൻ സാധിക്കുന്നുണ്ട്. 49 ലക്ഷമാണ് സിനിമയ്ക്ക് തിങ്കൾ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നിലവിൽ 19 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 86,74 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസ്. എമ്പുരാന് പുലിമുരുകനൊക്കെ തകർത്തിട്ടുണ്ട് നിലവിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ ലാലന്റെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. ഇനി സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 3-4 കോടിയും കൂടി വരുവാണെങ്കിൽ സിനിമയ്ക്ക് നമ്മുടെ 2018 എന്ന സിനിമയിലെ കേരളത്തിലെ ലൈഫ് ടൈം കളക്ഷൻ തകർക്കാൻ സാധിക്കുന്നതാണ്. ഇനി സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നിലവിൽ ഇന്ത്യൻ ഗ്രോസ് ആയിട്ട് ഈ കഴിഞ്ഞ 19ാമത്തെ ദിവസം കിട്ടിയത് 50 ലക്ഷമാണ്. ടോട്ടൽ ആയിട്ട് 743 ഷോസ് ആണ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നമുക്ക്. നിലവിലെ സിനിമയ്ക്ക് തെലുങ്ക് അതുപോലെ തന്നെ തമിഴ് എന്നൊക്കെ ആയിട്ട് അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ സിനിമയ്ക്ക് ഡബ് ലാംഗ്വേജ് മാത്രം 1 ലക്ഷം കാണാൻ സാധിച്ചതാണ്. അങ്ങനെയാണ് സിനിമയ്ക്ക് ടോട്ടൽ ഇന്ത്യൻ ഗ്രോസ് സിനിമയ്ക്ക് 19ാമത്തെ ദിവസം 50 ലക്ഷം കാണാൻ സാധിച്ചത്. ഇപ്പൊ സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം 106,93 ലക്ഷമാണ്. ഇനി സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് 124,05 ലക്ഷമാണ് ബോക്സ് ഓഫീസ്. 13% ഒക്യുപ്പൻസിയിലാണ് സിനിമയ്ക്ക് ഇത്ര കളക്ഷനിലോട്ട് കാണാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച ദിവസം. പിന്നെ സിനിമയ്ക്ക് കുറച്ചൊക്കെ നൈറ്റ് ഷോസും പ്ലേ ആയിട്ടുണ്ട്. സിനിമയ്ക്ക് തിങ്കളാഴ്ച ദിവസം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് ഇക്കഴിഞ്ഞ 19 ദിവസം കൊണ്ട് 235,55 ലക്ഷമാണ്. നിലവിൽ നമ്മുടെ തുടരും എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം ദൃശ്യം എന്ന സിനിമ തകർത്തിട്ടുണ്ട്. ഇനി എന്തായാലും തകർക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ വാഴ 2 സിനിമ തന്നെയാണ്. വാഴ 2 സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 236 എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു നമ്പേഴ്സ് പറയുന്നത് 235 എന്നാണ്. നിലവിലെ 1 കോടി ഡിഫറൻസിൽ സിനിമ തകർത്തോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ട്. സിനിമയുടെ ഫൈനൽ കളക്ഷൻ നോക്കുമ്പോൾ വാഴ സിനിമയുടെ എന്തായാലും നിലവിൽ നമ്മുടെ ദൃശ്യം 3 എന്ന സിനിമ വാഴ 2 എന്ന സിനിമ തകർത്തു എന്ന് വേണേൽ പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമ ബാക്കിയുണ്ട്. 240 അല്ലെങ്കിൽ 41 കോടി ആയിട്ട് ഫൈനൽ ലൈഫ് ടൈം. അത് കഴിഞ്ഞാലും നമ്മുടെ എമ്പുരാന്റെ അടുത്ത് വരാൻ സാധിക്കത്തുള്ളൂ. ഓൾമോസ്റ്റ് 266 കോടിയുടെ അടുത്ത്. എന്തായാലും എമ്പുരാന്റെ തൊട്ട് പിന്നാലെ അവസാനിക്കാനാണ് ഹൈ ചാൻസ് കാണുന്നത്. എന്നാലും ഇനി വരുന്ന ശനി ഞായറും കൂടി ഉണ്ട്. അതിനു മുമ്പ് തന്നെയായിട്ട് പടത്തിന്റെ ആമസോൺ പ്രൈമാണ് മേടിച്ച് OTT റൈറ്റ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മഞ്ഞുവൽ ബോയ്സിന് തൊട്ട് പിന്നാലെയായിട്ട് വരാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ന്യൂസ് എഡിഷൻ എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ദൃശ്യം എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്.